കച്ചവടമുണ്ടോ? ഞാൻ കണ്ടിരുന്നോ വീഡിയോയില്? തക്കാളിപ്പെട്ടിയിൽ ഇരുന്ന് കച്ചവടം എന്റെ വക ആയിക്കോട്ടെ. Hello, hi. My dear friends, Suwano, love you. കുറച്ച് 4 മണി പറഞ്ഞ് 5 മണിയായിപ്പോയി. ഇത്രയും പേര് ഇവിടെ കാത്തു നിന്ന് പ്രത്യേകം നന്ദി. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. വയനാട് ഇന്ന് നമ്മുടെ ബോച്ചെ റെസ്റ്റോറന്റ് ആൻഡ് പബ് ഉദ്ഘാടനമല്ല, പ്രവർത്തനം ആരംഭിക്കുക. ഞാൻ ഇന്ന് അവിടെയാണ് ഉണ്ടാവേണ്ടത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക 3 മണി തൊട്ട്. പക്ഷേ അത് നമ്മുടെ പല ബിസിനസ്സിൽ ഒരു ബിസിനസ് ഉള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ വരാന്ന് പറഞ്ഞു, നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞു. ബിജിനിയുടെ ഒരു ഉപജീവന മാർഗമാണ്, നാട്ടുകാരൊക്കെ സാക്ഷ്യം വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് വിട്ടിട്ട് ഇങ്ങോട്ട് പോരുകയാണ് ഉണ്ടായത്. മറ്റേത് സ്ഥിരം ബിസിനസ് ഉദ്ഘാടനമല്ലേ, ബിജിനിക്ക് ഇത് ആദ്യമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അനുഗ്രഹിക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്യാനും കൂടി ഒരുമിച്ച് നിൽക്കാം. ഞാൻ ബിജിനിയുടെ വീഡിയോ ആണ് ആദ്യം കാണുന്നത്. പിന്നെ വരുമ്പോ ബിജിനി തക്കാളി പറ്റി വെച്ചിട്ട് അവിടെ ചായപ്പൊടി വിൽക്കുകയാണ്. എത്ര പ്രായം? 38 വയസ്സുള്ളൂ. ഒരു സ്ത്രീയാണ്. ഉപജീവനം നടത്താൻ വേണ്ടി മാതൃകയാണ്. വഴിയോരത്ത് തക്കാളിപ്പെട്ടിയുടെ മുകളിൽ ബോച്ചേറ്റി വിൽക്കുകയാണ്. സത്യത്തില് ഞാൻ വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ വിചാരിച്ചിരുന്നത്. നോക്കുമ്പോ നമ്മളെയും വെട്ടിച്ചിരിക്കുകയാണ്. സൂപ്പറായിട്ട് കച്ചവടം ചെയ്യുന്നു. അപ്പോ നമുക്ക് തോന്നി തക്കാളിപ്പെട്ടിയിൽ നിന്ന് കുറച്ചൊരു പുരോഗതി വേണ്ടേ. അങ്ങനെ നമ്മള് ഒരു ബോച്ചെ തീവണ്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് പുരോഗതിയിൽ കുറച്ച് സൗകര്യത്തോടുകൂടെ ബിജിനി ഇനി മുതല് ചായപ്പൊടി വിൽക്കട്ടെ, ചായ കുടിക്കട്ടെ. എല്ലാ ദിവസേന രാത്രി നറുക്കെടുപ്പുണ്ട് 10:30. അതിൽ നിന്ന് കാറോ ലക്ഷങ്ങളോ ഒക്കെ അടിക്കട്ടെ. ബാക്കി ഉണ്ടാവട്ടെ. ഒരുപാട് ബിജിനിയുടെ കൈകൊണ്ട് ആശംസിക്കുകയാണ്. നമ്മുടെ സംസാരം കൊണ്ട് തമാശയൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. ആർക്കെങ്കിലും വാക്കുകൾ കൊണ്ടൊക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ നമ്മൾ മാപ്പ് ചോദിക്കും, അത്രയേ ഉള്ളൂ. മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാറില്ല. പറ്റാവുന്ന സഹായം ചെയ്തിട്ടുള്ളൂ. ഇനിയും അങ്ങോട്ട് അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മുടെ ജീവിതത്തില് എല്ലാവരും എല്ലാത്തിനും ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം. നമ്മള് സുഖം മാത്രം ചിന്തിച്ചാൽ പോരാ. ജീവിതത്തില് പലതും ഉണ്ടാവും. കോവിഡ് വന്നപ്പോ ഒരുപാട് പേര് മരിച്ചു. ചിലപ്പോ നമ്മളും മരിക്കാം. എന്റെ ഫാദർ വളരെ നന്നായി ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയിട്ട് തലപൊട്ടി, കാലൊടിഞ്ഞു, ക്യാൻസർ ആയിട്ടും മരിച്ചു. അപ്പൊ നമുക്ക് സൂക്കേട് വരാം, അപകടം ഉണ്ടാവാം, ചിലപ്പോ കുറ്റം ചെയ്തിട്ടും ചെയ്യാതെയും ജയിലിൽ പോകാം. നമ്പി നാരായണൻ ശാസ്ത്രജ്ഞൻ കേട്ടിട്ടില്ലേ? എത്രയോ ജയിലിൽ കിടന്നിട്ട് ഇപ്പോ അയാൾ നിരപരാധിയാണ്. എത്രയോ വർഷം. അപ്പോ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ചില സമയത്തൊക്കെ അങ്ങനെ വേണ്ടിവരും. എല്ലാം പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് നിരാശയുണ്ടാവില്ല. സുഖം മാത്രം പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോയാൽ പലതും വരുമ്പോൾ നിരാശയുണ്ടാവും. ഞാൻ ജീവിതത്തില് എല്ലാത്തിനും ഈശ്വരത്തുണ്ട്. എല്ലാ രീതിയിൽ എന്തും സ്വീകരിക്കാൻ തയ്യാറുള്ള മനോഭാവത്തിൽ, ധൈര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യസന്ധമായിട്ട്. അതുകൊണ്ട് ഇതൊന്നൊരു പ്രശ്നമില്ല. ഇത് നമ്മള് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ ലാഭം കൂടുതൽ നമ്മൾ കാണുന്നത് ബിജിനിക്ക് ഒരു ബിസിനസ് ആക്കി കൊടുക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ചായ ഇവിടുന്ന് വാങ്ങാം. ചായ കുടിക്കുന്നവര് കുടിക്കാൻ വേണ്ടി, കുടിക്കാത്തവര് കുടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കുടിക്കുന്നവര് നല്ല ചായയാണ് ഇവിടുന്ന് വാങ്ങി
ബിജിനിക്ക് ഒരു ഉപകാരമാവും. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭം കോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ഞാൻ സമൂഹത്തിന് തിരിച്ചു നൽകുന്നുണ്ട്. ബിജിനിക്ക് ഒരു പൊന്നാടി എടുക്കും അല്ലേ? ശരിക്ക് ഇത്രയും വഴിയിലിരുന്ന് തക്കാളിപ്പട്ടിയുമേ കച്ചവടം ചെയ്ത് കുടുംബം പുലർത്തുകയാണ്. രജനിയുടെ അമ്മയുടെ കഥ, വീട്ടിലെ കഥകളൊക്കെ കേട്ട സത്യത്തിൽ നമുക്ക് കരഞ്ഞു പോകും. ഞാൻ വീഡിയോ കണ്ടപ്പോ സത്യത്തിൽ കരഞ്ഞു പോയി. അപ്പൊ ശരിക്ക് എന്നേക്കാൾ കൂടുതൽ ആദരിക്കേണ്ടത് ബിജിനിനെയാണ്. അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ പിന്നാട് ആ പോടി കൊടുക്കല്ലേ? നല്ല കയ്യിൽ കൊടുക്കും, നല്ല കയ്യിൽ. അതൊക്കെ ഒരു നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. കാരണം ആദ്യത്തെ ചായ കോച്ച് T1 നിന്ന് ആദ്യത്തെ ചായ ബിജിനി കൊയിലാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പ്രസാദിന് നൽകുന്നുണ്ട്. അപ്പൊ പ്രസാദാട്ട കാശുണ്ടല്ലോ അല്ലേ? ഇത് ഓസിയല്ല, ആദ്യത്തെ ആയതുകൊണ്ട് കാശ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഉദ്ഘാടനമായി എല്ലായി. ചായപ്പൊടിയും വാങ്ങണം നമ്മുടെ വീട്ടിലേക്ക്. ചായയും ബോച്ചിപ്പി ചായയും വിറ്റ് തുടങ്ങി. ഇനി കടിയും അധികം താമസിയാതെ ഉണ്ടാവും. അടിപൊളി. അതെ, ചാരിറ്റബിൾ ചായ വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് ചായയുടെ ടേസ്റ്റ് തന്നെയാണ്. ഇത്രയും നല്ല ചായ ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ്. ഇത്രയും രുചിയുള്ള ഒരു ചായ ആദ്യമായിട്ട് കുടിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ നാട് മുഴുവനും ഇവരോടൊപ്പം നിന്നാൽ ഒരു കുടുംബം രക്ഷപ്പെടുന്നതോടൊപ്പം നമ്മൾ നല്ല ടീം കഴിക്കാം. ഓക്കെ, എല്ലാവരും സമ്മതമല്ലേ? വായിക്കണേ. എന്റെ ബോധയെ കാണണം, എന്റെ മനസ്സിന്റെ സങ്കടമകിലവും ബോധയോടോരിടണോ. 40 രൂപയ്ക്ക് ചായപ്പൊടിയിലൂടെ ലക്ഷങ്ങൾ നൽകിക്കൊണ്ട് പട്ടിണിക്കാരുടെ കണ്ണീര് ഒപ്പുന്ന ദൈവത്തെ കാണണോ. ബോച്ചെ 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 ബോച്ചെ, ഇത് നമ്മുടെ സ്വന്തം ബോച്ചെ. ഇവർ നാടിനഭിമാനം, ഇവരാണ് ഇന്ന് താരം. ബോലോ ബോലോ ജിന്ദാബാദ്, ബോച്ചെ ബോച്ചെ ജിന്ദാബാദ്.